ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ? കുറച്ച് കല്ലുമ്മക്കായാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ തൊണ്ടോടുകൂടി എൻ്റെ ഒരു സുഹൃത്ത് തന്നതാ. അതൊന്ന് മാവിൽ നിറച്ച് പൊരിക്കാനുള്ള ഉദ്ദേശമായിരുന്നു. പക്ഷേ ചെറുതായിരുന്നു, അതിൻ്റെ ഉള്ളിലത്തെ കാമ്പ് ചെറുതായിരുന്നേ. അതുകൊണ്ട് നിറച്ച മാവ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഇത് കഴിക്കാനുണ്ടാവില്ല, ഒരു ടേസ്റ്റും വരത്തില്ല. അതുകൊണ്ട് ആ പരിശ്രമം ഒഴിവാക്കി നമുക്കിതൊരു പച്ച കാന്താരിയൊക്കെ ചേർത്തിട്ട് ഒരു ചെറിയ വരട്ടങ്ങോട്ട് ഉണ്ടാക്കാം. ഇതാ ഇച്ചിരിയേ ഉള്ളൂ കേട്ടോ. അതെല്ലാം വൃത്തിയാക്കി എടുത്തേക്കുവാണേ. അതിൻ്റെ പൊളിച്ചൊക്കെ എടുത്തിട്ട് കട്ടൊക്കെ കളഞ്ഞ് അഴുക്കൊക്കെ കളഞ്ഞിട്ട് വൃത്തിക്ക് കഴുകിയെടുത്താം. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വായോ. കുറച്ച് ചെറിയുള്ളിയും ഒരു ചെറിയ സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, ഇച്ചിരി കടുക്, കുറച്ച് പെരുംജീരകം. പിന്നെ നമ്മുടെ മെയിൻ താരം എന്നാണെന്നറിയോ? കാന്താരി അരച്ച് വെച്ചിരിക്കുക. നല്ല പോലെ കാന്താരി കിട്ടുന്ന സമയത്തെ ഞാൻ എന്നാ ചെയ്യുന്നറിയോ? നല്ലതായിട്ട് അരച്ച് ഒരു ഇച്ചിരി ഓയിലും കൂടെ, വെജിറ്റബിൾ ഓയിലും കൂടെ ചേർത്ത് ഇതാ ഫ്രിഡ്ജിൽ വെച്ചേക്കുവാണേ. ഒന്നും ആവത്തില്ല, എത്ര നാൾ വേണേലും ഇരിക്കും. അപ്പോൾ ഇത് നമുക്ക് എന്തൊക്കെ ഇങ്ങനെയുള്ള കറികൾക്കോ എന്തിനു വേണേലും ഉപയോഗിക്കാം. അപ്പോൾ ഞാനിന്ന് മുളക് പൊടി ചേർക്കുന്നില്ല, കുറച്ച് കാന്താരി അരച്ചതാണ് ചേർക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയാൽ. അപ്പോൾ അതാ ഉണ്ടാക്കുക. ഒരു പാൻ അടുപ്പ് വെച്ചു, അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തു. പെരുംജീരകം, ഒരു സ്പൂൺ പെരുംജീരകം ഇട്ടങ്ങ് പൊട്ടിക്കാം. കുറച്ച് കടുക് ഇടണേ. കടുകൊക്കെ പൊട്ടി വന്നപ്പോൾ ഇതാ ചെറിയുള്ളി, സവോള ഇട്ട് കൊടുക്കാവേ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കും. ചെറിയുള്ളിയൊക്കെ ഒന്ന് വാടി വന്ന് തുടങ്ങുമ്പം നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് അതിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് പച്ചച്ചുവ മാറുമ്പോൾ തക്കാളി ഇട്ട് കൊടുക്കാം. ഇതാ നമ്മുടെ തക്കാളിയും ചെറിയുള്ളിയും എല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. കാന്താരി അരച്ച് വെച്ചിരിക്കുന്നതാണ്, ഇതാണ് അതിൻ്റെ എരിവ്. കുറച്ചിട്ടാൽ മതി കേട്ടോ, നല്ല സാധനം. നമുക്ക് കുറച്ച് കല്ലുമ്മക്കായല്ലേ ഉള്ളൂ. ഇങ്ങനെ നിങ്ങൾക്ക് കാന്താരിയൊക്കെ കൂടുതൽ കിട്ടുമ്പോൾ കുറച്ച് ഉണങ്ങി വെക്കുക, കുറച്ചിങ്ങനെ അരച്ച് വെക്കുക. ഇങ്ങനെ അരച്ച് വെക്കുന്നത് എന്തിനാണെന്നറിയോ? കപ്പയ്ക്കൊക്കെ ഒരു ചമ്മന്തി വേണമെങ്കിൽ ഇച്ചിരി ചെറിയുള്ളിയും കൂടെ കൂട്ടി ഒന്ന് ഇതും കൂടെ ഒന്ന് ചേർത്താൽ, ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് ഇച്ചിരി പുളിയും കൂടെ ഒന്ന് ചേർത്താൽ നമുക്ക് നല്ല ഒന്നാന്തരം കാന്താരി ചമ്മന്തിയാവും. അപ്പോൾ എല്ലാ സീസണിലും കിട്ടത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ അരച്ച് വെച്ചാൽ ഉപയോഗിക്കാം. ഇനി ഇത് നമ്മുടെ കല്ലുമ്മക്കായ ഒന്ന് എടുത്തിട്ട് കൊടുക്കാം. ഇതൊന്ന് വേകണം. ഒരു ലേശം കൈവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിക്കരുത്, ഇതിനകത്തൊരു ഇച്ചിരി വെള്ളമൊക്കെ ഉണ്ടാവും. ഒന്ന് വേകാനുള്ള ഒരു വെള്ളം അത് ഒഴിച്ചു കൊടുത്തു. എന്നാലേ ആ മസാലയൊക്കെ എല്ലാം ഇതിലൊന്ന് സെറ്റാവുള്ളേ. ഇനി നമുക്ക് മൂടി വെച്ച് ചെറു തീയിലങ്ങ് വേവിച്ചെടുക്കാം. അതവിടെ ഇരുന്ന് ചെറു തീയിലങ്ങ് വെന്തോട്ടെ. നമ്മുടെ കല്ലുമ്മക്കായ കണ്ടോ, അടിപൊളിയല്ലേ? ഇനി നമുക്ക് ലാസ്റ്റ് ഒരു 2 സ്പൂൺ തേങ്ങാപ്പാൽ ആവശ്യമുള്ളവർ ഒഴിച്ചാൽ മതി. അതാണെങ്കിൽ ഒരു പ്രത്യേക ഒരു ടേസ്റ്റും കൂടി ആയിരിക്കും കേട്ടോ. ഇതും കൂടി ഒന്ന് നന്നായിട്ട് വറ്റിക്കോട്ടെ. നല്ലൊരു അടിപൊളി കല്ലുമ്മക്കായ പെരട്ടാണ്. നല്ല ഒരു ടേസ്റ്റുമാണ്. ഇപ്പോൾ കാന്താരിമുളക്, പച്ചക്കാന്താരി ഒന്നും വീട്ടിലില്ലാത്തവരാണെങ്കിൽ നല്ല എരിവുള്ള ഉണ്ടമുളകില്ലേ, ആ മുളക് അരച്ചാലും മതി കേട്ടോ. അത് പേസ്റ്റാക്കി ചേർത്താലും മതിയേ. പക്ഷെ മുളക് പൊടിയൊന്നും ചേർക്കരുത്. മുളക് പൊടിയൊക്കെ ഇട്ടാൽ അതിൻ്റെ ആ ഒരു
രസം പോവും. ലാസ്റ്റ് ആ തേങ്ങാപ്പാലും കൂടെ ഒന്ന് ഒഴിച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ പൊളി ഐറ്റം കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോണേ, എന്നിട്ട് അഭിപ്രായം പറയണം കേട്ടോ. ഈ നോമ്പിനൊക്കെ എന്താ പറയുക, നോമ്പ് തുറക്കൊക്കെ ഇതൊരു ഡിഷ് ആക്കിക്കോ. കല്ലുമ്മക്കായ എപ്പോഴും ഫ്രൈ ആക്കിയോ റോസ്റ്റ് ആക്കിയോ ഒക്കെ അല്ലേ ചെയ്യുന്നത്. ഇതൊന്നും ഉണ്ടാക്കി വയ്ക്കുമോ, സൂപ്പറാണ്. ഇതാ ലാസ്റ്റ് ഒരു ഇച്ചിരി മല്ലിച്ചപ്പേ, കുറച്ചേ ഇടാവുള്ളൂ, ഒത്തിരി ഇടരുതേ. കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇട്ടിട്ട് സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഒരു 2 മിനിറ്റ് അവിടെ മൂടി വെക്കുക. അതിന് ശേഷം തുറന്നിട്ട് ഉപയോഗിക്കാവുള്ളേ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം പറയണം കേട്ടോ. എന്നിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.